Hi everyone, this is Abin from everything you want to know about Apple. അങ്ങനെ നമ്മുടെ iOS 15.4ൻ്റെ പബ്ലിക് ബേറ്റ 3 റിലീസ് ആയേക്കാണ്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 498 MB-ലാണ് ഐഫോൺ 7 പ്ലസിൽ. അതേപോലെ തന്നെ ആപ്പിൾ iPadOS 15.4 ബേറ്റ 3 റിലീസ് ചെയ്തിട്ടുണ്ട്. watchOS 8.5 ബേറ്റ 3 റിലീസ് ചെയ്തിട്ടുണ്ട്. tvOS 15.4 ബേറ്റ 3 റിലീസ് ചെയ്തിട്ടുണ്ട്. HomePodOS 15.4 ബേറ്റ 3 റിലീസ് ചെയ്തിട്ടുണ്ട്. macOS 12.3 ബേറ്റ 3യും റിലീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് ഒരു ആപ്പിൾ മെമ്പർ ആവുക. അവിടെ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താലും മതി. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആപ്പിൾ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ അതിന് നേരെ സെറ്റിങ്സിൽ പോവാം. അവിടെ ജനറൽ, അവിടെ സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും 19E5225G എന്ന്. അതായത് നമുക്കിനി ഏകദേശം 2-3 അപ്ഡേറ്റ്സേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഒഫീഷ്യൽ റിലീസിന് ആയിട്ട്. പിന്നീട് വന്ന കാര്യം നമ്മുടെ 15.4ൻ്റെ ബേറ്റ 3ൽ നമുക്ക് മോഡേൺ ഫേംവെയറിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബേറ്റ 2ൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ബേറ്റ 3ലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള 4Gയും അതേപോലെ സ്വിച്ചിങ് വൈഫൈ, നമ്മൾ 4Gന്ന് നമ്മുടെ വൈഫൈക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ആ ഒരു കണക്ടിവിറ്റിയുടെ പ്രശ്നവും ഈ ഒരു അപ്ഡേഷനോടെ മാറിയിട്ടുണ്ടാവാനാണ് ചാൻസ്. പിന്നീട് വന്ന അപ്ഡേഷൻ നമ്മുടെ സോഫ്റ്റ്വെയറിലാണ്. കാരണം നമുക്കിനി തൊട്ട് നമ്മൾ എപ്പോഴും വൈഫൈ ഉപയോഗിച്ച് മാത്രമായിരുന്നു സോഫ്റ്റ്വെയർ വേർഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇനി തൊട്ട് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ നെറ്റ് ഉപയോഗിച്ചും നമുക്ക് നമ്മുടെ അപ്ഡേഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഇനി തൊട്ട് അപ്ഡേഷൻ ചെയ്യാൻ നേരം ഇങ്ങനെ ഒരു മെസ്സേജ് വരാണ്, സെല്ലാർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോൺ അപ്ഡേഷൻ ചെയ്യണം. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഡാറ്റ ഉപയോഗിച്ച് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് വന്നത് നമ്മുടെ ആപ്പിൾ പോഡ്കാസ്റ്റിലാണ്. ആപ്പിൾ പോഡ്കാസ്റ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഒരു സ്പ്ലാഷ് സ്ക്രീൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇതാണ് ആ ഒരു സ്പ്ലാഷ് സ്ക്രീൻ. നമുക്ക് ഫിൽട്ടർ എപ്പിസോഡും അതേപോലെ ബ്രൗസ് ബൈ സീസൺ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഇനി വരുന്ന ഈ ഒരു പോഡ്കാസ്റ്റ് ആപ്പിലേക്ക് വരികയാണ്. പക്ഷെ അതിപ്പോഴും വന്നിട്ടില്ല. അടുത്ത ഫ്യൂച്ചർ അപ്ഡേറ്റ്സിലേക്ക് വരും. ഈ പറഞ്ഞ ഫിൽട്ടർ ബൈ ഓപ്ഷൻസും ഫിൽട്ടർ ബൈ സീസൺ എന്ന് പറഞ്ഞ ആ ഓപ്ഷൻസൊക്കെ അടുത്ത അപ്ഡേഷനോടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. പിന്നീട് വന്ന അപ്ഡേഷൻ അത് എല്ലാ യൂസേഴ്സിനും വന്നിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ചില യൂസേഴ്സിന് അങ്ങനത്തെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഡിവൈസ് iOS 15.4 ബേറ്റ 3 റൺ ചെയ്യുന്നവർക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു മെസ്സേജ് റിവ്യൂ എമർജൻസി SOS സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ അവരുടെ ഫോണിൽ ഏറ്റവും പുറത്തായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമുക്കത് കണ്ടിട്ടില്ല. അങ്ങനെ ചില ഐഫോണുകളിൽ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നീട് വന്നത് ഒരു ബഗ് റിസോൾവ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് ആപ്പിലാണ്. നമ്മുടെ ഹെൽത്ത് ആപ്പിലേക്ക് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന നേരം ക്രാഷ് ആവുകയും അതേപോലെ തന്നെ ആ ഒരു ഇമ്പോർട്ട് ചെയ്ത ഡാറ്റ വരാതിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 15.4 ബേറ്റ 3ൽ അവർ ആ ഒരു ബഗ് റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ സ്റ്റോറേജ് ബഗ് അത് ഇപ്പോഴും അതേപോലെ തന്നെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ പേര് പറയുന്നുണ്ട് അത് റിസോൾവ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴും അതേപോലെ നല്ല രീതിക്കുള്ള സ്റ്റോറേജ് ബഗ് ഉണ്ട്. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒന്നും കാണുന്നില്ല. എൻ്റെ ഈ ഡിവൈസിൽ അത്യാവശ്യം കുറേ നേരം എടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു കാര്യം വരാൻ. പിന്നെ അതോടൊപ്പം തന്നെ സിസ്റ്റം ഡാറ്റയും അതേപോലെ iOS ഡാറ്റയും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മുടെ ലോഡിങ് ടൈം കുറഞ്ഞ പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മ്യൂസിക് ബഗ്ഗാണ്. മ്യൂസിക് ബഗ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഡിവൈസിൻ്റെ CPU കൂടുതൽ യൂസ് ചെയ്ത് നമ്മുടെ ഡിവൈസ് ചൂടാക്കാനുള്ള കാരണം നന്നായിട്ടുണ്ട്. ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ആണ് എൻ്റെ ഈ ഡിവൈസിൽ വേറെ ആയിട്ട് വന്നിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോഴും ഈ ഒരു 15.4 ബേറ്റ 3 ഇൻസ്റ്റാൾ ചെയ്തിട്ട് എനിക്കൊരു ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ബാറ്ററി പെർഫോമൻസും അത്യാവശ്യം 15.4ൻ്റെ ബേറ്റ 2ൽ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു ദിവസം തന്നെ എനിക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ബാറ്ററി കിട്ടുന്നുണ്ടായിരുന്നു ഈ ഒരു 15.4ൻ്റെ ബേറ്റ 2ൽ. അപ്പോൾ ഈ ഒരു 15.4ൻ്റെ ബേറ്റ 3ൽ എനിക്ക് എന്നിട്ട് ബാറ്ററി പെർഫോമൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി എനിക്കൊരു 2-3 ദിവസം യൂസ് ചെയ്യേണ്ടി വരും. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. നമ്മൾ 1-2-3 ദിവസങ്ങൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഐഫോണിൻ്റെ ബാറ്ററി കറക്റ്റായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുക. അല്ലാതെ നമ്മുടെ ഈ ഒരു OS ഇൻസ്റ്റാൾ അപ്പോൾ തന്നെ നമുക്ക് ബാറ്ററി പെർഫോമൻസ് പറയാൻ പറ്റില്ല.
പിന്നെ വന്ന കാര്യം ഇതിൻ്റെ പെർഫോമൻസാണ്. എനിക്ക് കുറച്ചും കൂടെ സ്മൂത്തർ ആയ പോലെ, ആ ടച്ചൊക്കെ കുറച്ചും കൂടെ സ്മൂത്തർ, അത് ഓരോ അപ്ഡേറ്റിലും അവർ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കണം പോലെ, ആ ഒരു റിഫ്രഷ് റേറ്റിംഗ് കുറച്ചും കൂടെ ഫ്രീ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അപ്ഡേഷൻ ആക്ച്വലി കുറച്ചും കൂടെ പ്രോസസ്സിങ്ങും അതേപോലെ ബഗ്സൊക്കെ റിസോൾവ് ചെയ്യാനാണ് അവർ വെച്ചിരുന്നത്. പുതിയ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കലി പുതിയ കുറേ ഫീച്ചേഴ്സ് കാണാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ iOS 15.4ൻ്റെ ബേറ്റ 3യിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുള്ളാണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഈ ചാനൽ സബ് ചെയ്യുക. പിന്നെ എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് ഒരു ആപ്പിൾ മെമ്പർ ആവുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ മെമ്പറായിട്ട് ആ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്തും കൊടുത്തിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് വന്ന് ഫോളോ ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചാൽ മതി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. This is Abin, Xavier, signing from everything you want to know about Apple.